ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ, അതിലേറെ അവഗണിക്കപ്പെട്ടവരുടെയും അഭയാർത്ഥികളുടെയും ശബ്ദമായി മാറിയ മാറ്റത്തിൻ്റെ മാർപ്പാപ്പയാണ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കാൻ മാത്രമല്ല, ഫ്രാൻസിസ് അസീസിയുടെ കരുതൽ ആ കരങ്ങളിലും വാക്കുകളിലും പാലിച്ചാണ് മാർപ്പാപ്പ കടന്നു പോകുന്നത്. എളിമയാർന്ന ജീവിതം. അഗതി മന്ദിരത്തിൽ പാർത്ത അധിപൻ അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇറ്റലിയിൽ നിന്നും കുടിയേറിയ റെയിൽവേ ജീവനക്കാരനായ മരിയോ ജോസിന്റെ 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17 ബെർഗോളിയ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം. ഒരു സാധാരണ കുടുംബം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആത്മീയ പാതയിലേക്കുള്ള പഠനം. 1958 വിയാ ദേവോദോയിലെ ഈശോ സഭാ സെമിനാരിയിൽ ചേർന്നാണ് ബെർഗോളിയ വൈദിക പഠനം ആരംഭിച്ചത്. 1960 മിഗേലിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി. 1969 വൈദിക പട്ടം സ്വീകരിച്ചതു മുതൽ ആത്മീയ ജീവിതം പാവപ്പെട്ടവരോടുള്ള കരുതൽ കൂടിയായി മാറി. ലളിത ജീവിതമായിരുന്നു അന്നു മുതൽ തുടർന്നത്. സാൻ മിഗേൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദം സമ്പാദിച്ച അദ്ദേഹം അവിടെ ദൈവശാസ്ത്ര അധ്യാപകനായി. 73-79 ബെർഗോളിയിലെ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിഷണലായിരുന്നു. പിന്നീട് സാൻ മിഗേൽ സെമിനാരി അധിപനായി. 1980 സ്ഥാനമേറ്റെടുത്ത ബെർഗോളിയോ 1988 വരെ ആ പദവിയിൽ തുടർന്നു. 2001 ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2005 മെത്രാന്മാരുടെ സുന്നകദോസ് കർദിനാൾ ബെർഗോളിയെ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു. 2013 ബെനഡിക്ട് 16 അനാരോഗ്യം മൂലം പോപ്പിന്റെ ചുമതല ഒഴിഞ്ഞതോടെ 266 മാർപ്പാപ്പയായി അദ്ദേഹം ചുമതലയേറ്റു. സെന്റ് ഫ്രാൻസിസ് അസീസിയോടുള്ള സ്നേഹം അദ്ദേഹം സ്വന്തം പേരിലും സ്വീകരിച്ചു. അതെ, മാറ്റങ്ങളുടെ തുടക്കം 12 വർഷം മുമ്പ് തുടങ്ങി. സഭയിലും വിശ്വാസികളിലും മാത്രമല്ല, പുരോഗമന സമൂഹത്തിനും മാതൃകയാകുന്ന നിരവധി ഇടപെടലുകളുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാട്. രാഷ്ട്രീയത്തിലും പരിസ്ഥിതിയിലും യുദ്ധത്തിലും അഭയാർത്ഥി പ്രശ്നങ്ങളിലും അത് തുടർന്നുകൊണ്ടേയിരുന്നു. തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇപ്രകാരം വോട്ടിങ്ങുകൾ നടക്കുന്നു. ആദ്യം ഉടനെ തന്നെ ഒരു പോപ്പിൻ്റെ പേര് വരികയില്ലല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പേരാണെന്നുള്ള വിവരം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എന്ന് വരികിലും അത് ഉയർന്നു വരുന്നു. അത് ഉയർന്നു വരുമ്പോൾ ഉടനടി വോട്ടിട്ട് അങ്ങ് തീരുമാനത്തിലേക്ക് പോവുകയല്ല. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കൊടുക്കുന്നു. അവസാനം പിന്നീട് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയയാണത്. അതൊരു 1, 2, 3, 4, 5 ദിവസങ്ങളൊക്കെ വരെ നീളുന്നതാണ്. ഈ പോപ്പിൻ്റേത് 2-ാം ദിവസം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് എൻ്റെ ഓർമ്മ. കത്തോലിക്ക സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. അത്തരം മാറ്റങ്ങളെ ഏവരും അനുസ്മരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ സാധാരണ നിലയിൽ നാം കാണാതെ പോയ ആളുകളെ കണ്ടെത്തിയ ഒരു നേതൃത്വമുണ്ട്. ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഈ മുഖ്യധാരയിൽ പെടാത്ത ആളുകളുടെ ഇടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നു. 2 മാസം മുമ്പാണ് അനാരോഗ്യം മാർപ്പാപ്പയെ ഏറെ തളർത്തിയത്. ആശുപത്രി കിടക്കയിൽ നിന്ന് അദ്ദേഹം 2 ആഴ്ച കൊണ്ട് മടങ്ങിയെത്തി. ഉയർപ്പിൻ ദിനം ലോകത്തിനു മുന്നിൽ പ്രാർത്ഥനയുമായി മാർപ്പാപ്പ എത്തി. ഏറ്റവും അവസാനത്തത് ഇന്നലെ കൊടുത്തത്, ഈസ്റ്റർ സന്ദേശത്തിൽ കൊടുത്തത്, അദ്ദേഹം പറഞ്ഞത് ഗാസയിൽ വെടിനിർത്തൽ വേണം, ബന്ധികളെ വിട്ടയക്കുക എന്നാണ്. അപ്പോൾ നോക്കുക, അത്രമാത്രം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിന് തക്കതായ പ്രത്യുത്തരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നയാളായിരുന്നു ഫ്രാൻസിസ് പാപ്പ.
രാജ്യങ്ങളിലെ ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്നും അസ്വസ്ഥനാക്കി. യുദ്ധം നാശം മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്ന് ആവർത്തിച്ച മാർപ്പാപ്പ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഗാസയിലെ കൂട്ടക്കുരുതികളിലും ആശങ്കപ്പെട്ടു. ഒപ്പം സാമ്പത്തിക അനീതികളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തുടർന്നുകൊണ്ടേയിരുന്നു. Un grande dolore nel cuore per il peggioramento della situazione nell'Ucraina. ലോക മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ശ്രദ്ധേയമായിരുന്നു. ലദാത്തോസെ എന്ന ചാക്രിക ലേഖനത്തിൽ ആഗോളവൽക്കരണം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക അനീതികളെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കുന്നു. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ കുലുങ്ങിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷേ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് ഞാൻ പറയും എന്നായിരുന്നു ഇതിനോടുള്ള മാർപ്പാപ്പയുടെ പ്രതികരണം. അത്തരമൊരു മാർപ്പാപ്പയുടെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നു. സഭ പാവങ്ങളുടെ സഭയാകണം എന്ന് മാത്രമല്ല, സഭ തന്നെ പാവമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ ഭരണക്രമത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു. മാർപ്പാപ്പായുടെ ഒരു ആശയമാണ് സിനഡാലിറ്റി എന്നുള്ള സങ്കല്പം. സിനഡൽ ചർച്ച് എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്തുള്ളവർ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളല്ല സഭയുടെ തീരുമാനം, മറിച്ച് സഭയുടെ തീരുമാനം കൂട്ടായ്മയുടെയും പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെതും ആയിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്നു. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ പിന്തുണയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആദരവ് പിടിച്ചുപറ്റി. ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളോടും അദ്ദേഹം അനുഭാവം പ്രകടിപ്പിച്ചു. പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ശ്രദ്ധേയമായിരുന്നു. വത്തിക്കാൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയകേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി. അവരെ തെരുവിലെ പ്രഭുക്കന്മാർ എന്ന് അദ്ദേഹം വിളിച്ചു. മാർപ്പാപ്പ നമുക്ക് നൽകിയ വലിയൊരു മാതൃകയും സ്നേഹവും കരുതലും അതെല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. ഓരോ വ്യക്തിയും സമാധാനത്തിൻ്റെ ഉപകരണമാണ്. അതിൽ തൻ്റെ ജീവിതം മുഴുവനും അതിനുള്ള പ്രവർത്തനമായിരുന്നു. തൻ്റെ മാർപ്പാപ്പ എന്നുള്ളൊരു ശുശ്രൂഷ മുഴുവനും അതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്നു, പാവങ്ങളുടെ പക്ഷം ചേർന്നു, വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്നു. നീതിക്കും വേണ്ടി അദ്ദേഹം പോരാടി, മാർപ്പാപ്പ പോരാടി. അത് ഈ കഴിഞ്ഞ 12 വർഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി അതിൽ ശക്തമായിട്ട് ഇടപെടുകയാണ്. വിശുദ്ധ വാരാചരണത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തുന്ന മാർപ്പാപ്പമാർ നമുക്ക് ഏറെയുണ്ട് ചരിത്രത്തിൽ. എന്നാൽ 2016 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പെസഹാ ദിനത്തിലെ കാൽകഴുകൽ ഒരു ചരിത്രമാണ്. കാരണം അഭയാർത്ഥികളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച അദ്ദേഹം ലോകത്തിലെ ഭരണാധികാരികൾക്ക് മുമ്പിൽ ഒരു സന്ദേശമാണ് നൽകിയത്. കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകി, അക്രൈസ്തവരുടെയും കാലുകളും കഴുകി മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിച്ചു. സ്വവർഗാനുരാഗികളോടും ലെസ്ബിയൻ കത്തോലിക്കരോടും കൂടുതൽ സ്വാഗതാർഹമായ മനോഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. വത്തിക്കാനിൽ തന്നോടൊപ്പം ഇടപഴകാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ഷണിച്ചിരുന്നു. മഹാമാരിയായ കൊറോണ ലോകത്തെ നിശബ്ദമാക്കിയപ്പോൾ ഒറ്റയാൾ പ്രാർത്ഥനയിലൂടെ ലോകത്തിനു മുന്നിലേക്ക് പ്രത്യാശയുടെ ശബ്ദമായി മാറിയിരുന്നു മാർപ്പാപ്പ. നമ്മൾ കാണാൻ കാത്തിരുന്ന മാർപ്പാപ്പയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് കരുതിയെങ്കിലും ആ യാത്ര നീണ്ടുപോയി. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം രാജ്യത്തെ ക്രൈസ്തവർ മാത്രമല്ല, നാനാമത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യസ്നേഹികൾ കാലങ്ങളായി കാത്തിരുന്ന മുഹൂർത്തമാണ്. മാർപ്പാപ്പയെ രാജ്യം ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു രാജ്യത്തെ വിശ്വാസ സമൂഹം. രാജ്യത്തിന്റെ വികാരം കത്തോലിക്ക സഭകൾ നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. 2014 CBC അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ബെസേലിയസ് ക്ലെമീസ് കത്തോലിക്ക ബാവ സഭയുടെ ആഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉന്നയിച്ചു. 7 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സന്ദർശനം നീണ്ടുപോയി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ക്ഷണം വലിയ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു. G7 ഉച്ചകോടിയിൽ മോദിയും പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഊഷ്മളമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള
ഞങ്ങൾക്ക് ഏറെ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയുമുള്ളൊരു വരവേൽപ്പാണ് അന്ന് വത്തിക്കാനിൽ ലഭിച്ചത്. മാർപ്പാപ്പയുടെ ആസ്ഥാനം, മാർപ്പാപ്പയുടെ അരമനയുടെ തൊട്ടടുത്ത് തന്നെയുള്ള അഗസ്റ്റിൻ ഹാൾ, ആ ഹാളിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. സാധാരണ വിദേശ ഡെലിഗേറ്റ്സുകൾ വേറെ ഹാളുകളിലായിരിക്കാം നടത്തുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ അരമനയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹാളിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം ചെയ്തു തരികയായിരുന്നു. അന്നും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖത്ത് പ്രകടമായിരുന്നില്ല. വളരെ പ്രസന്നഭാവത്തോടെ തന്നെയാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. ഏതാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരുന്നു. സാധാരണഗതിയിൽ പോപ്പ് അത്ര അധികം സമയമൊന്നും ഡെലിഗേറ്റ്സിനോട് സംവദിക്കാൻ നിന്ന് കൊടുക്കാറില്ല. ഒടുവിൽ കാത്തിരുന്ന ആ ഭാരത സന്ദർശനത്തിന് വഴിയൊരുങ്ങിയപ്പോൾ വലിയിടെ നമ്മെ വിട്ടുപിരിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് ഇക്കാലം അത്രയും നടക്കാതിരുന്ന മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം 2026 ഉറപ്പായിരുന്നു. ഇക്കൊല്ലം വത്തിക്കാൻ ജൂബിലി വർഷമല്ലായിരുന്നെങ്കിൽ ഇക്കൊല്ലം തന്നെ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമായിരുന്നു. കാരണം പാപ്പ ഇന്ത്യ സന്ദർശിക്കണമെന്ന രാജ്യത്തിന്റെ വികാരം കഴിഞ്ഞ വർഷം G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാർപ്പാപ്പയെ നേരിട്ടറിയിച്ചിരുന്നു, ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. പാപ്പ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ആരോഗ്യം വീണ്ടെടുത്ത ഫ്രാൻസിസ് മാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നത് കാണാൻ മലയാളികളും ആഗ്രഹിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുള്ള കേരളത്തിൽ ഉറപ്പായും മാർപ്പാപ്പ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം ഇന്ത്യ സന്ദർശിക്കാനെത്തുമ്പോൾ ശിവഗിരിയിലെത്താമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. സന്യാസത്തിന്റെ ഏറ്റവും മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യമാണ്. അതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ അദ്ദേഹം കാണിച്ച ഔത്സുക്യമെന്ന് പറയുന്നത് ലോകത്തിലെ സന്യാസത്തിന് ഏറ്റവും വലിയ മാതൃകയാണ്. ലോകത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, അരാജകത്വങ്ങൾ ഉണ്ടാകുമ്പോൾ, പല രീതിയിലുള്ള വേട്ടയാടുകൾ ഉണ്ടാകുമ്പോൾ വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു. അവിടെയൊക്കെ സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു ദൂതനായിട്ടാണ് പലപ്പോഴും ഈ മാർപ്പാപ്പ അവതരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വീണ്ടും പാപ്പായുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതര മതങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് ക്രൈസ്തവർ എന്ന് മാർപ്പാപ്പായ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിന് പോയ ഇന്ത്യൻ പ്രതിനിധി സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയോടെയുള്ള ഇന്ത്യയുടെ സ്നേഹവാത്സല്യത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. മാർപ്പാപ്പയെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2022 2024 കണ്ട സമയത്തുള്ളൊരു സമീപനമൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഇപ്പം വളരെ സൗമ്യനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും ഞങ്ങൾക്ക് കയ്യെ പിടിച്ച് മുത്താനും സൗഹാർദ്ദമായ വർത്തമാനം, ഭാഷ അറിയാൻ മേലെങ്കിലും പിതാവിൻ്റെ ഇടപെടലിൽ നമുക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ തോന്നി. നമ്മളോടുള്ള കരുതലും സ്നേഹവും പാവങ്ങളോടുള്ള രീതികളും ഒക്കെ നമ്മളെ ഒത്തിരി അധികം സ്പർശിച്ചു. സമ്മാനമൊക്കെ കിട്ടിയ സമ്മാനമായിട്ട് തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിൻ്റെ പ്രത്യേകമായ കൊന്ത തന്നു. ഇനി പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ലോകം ആഗ്രഹിക്കുന്ന എന്തെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗമായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി അനുസ്മരിക്കുന്നു. സഭ അതേക്കുറിച്ച് ഓർക്കും. അതുപോലെ തന്നെ ഇനി വരുന്ന പാപ്പായോടും എങ്ങനെ വിധേയത്വത്തോടു കൂടി വർദ്ധിക്കണമെന്നുള്ള രീതിയിൽ അവർ ജനങ്ങൾ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശ്വാസത്തിന്റെ രസതന്ത്രം മാത്രമായിരുന്നില്ല സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ വിശപ്പും ജീവിതവും തിരിച്ചറിഞ്ഞ ദൈവശാസ്ത്ര സിദ്ധാന്തമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കുകയും മനുഷ്യത്വത്തിനു വേണ്ടിയും എല്ലാവരുടെയും ഒരു സമത്വത്തിനു വേണ്ടിയുമൊക്കെ വാദിച്ച ഒരു വ്യക്തി, ഒരു മഹാൻ എന്നുള്ള ഒരു പദവി കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. ആ വിയോഗം തീർച്ചയായും സമൂഹത്തിനൊരു വലിയ നഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വവർഗാനുരാഗം ഒരു മാനുഷിക യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം വിലയിരുത്തി. അവരെ ആശീർവദിച്ചതോട് ബന്ധത്തെയല്ല മനുഷ്യനെയാണ് താൻ അനുഗ്രഹിച്ചതെന്ന് വിശദീകരണം നൽകി. ഫലസ്തീൻ സമാധാനത്തിനായി പുൽക്കൂട്ടിൽ കഫിയയിൽ കിടത്തിയ ഉണ്ണിയേശു ഒരു സമാധാന പ്രഖ്യാപനമായിരുന്നു. ഐക്യ അറബ് എമിറേറ്റും വത്തിക്കാനും തമ്മിൽ സ്നേഹത്തിന്റെ പാത തുറന്നതും മാർപ്പാപ്പയുടെ നേട്ടം. എന്നാൽ അമേരിക്കൻ വെല്ലുവിളികൾക്ക് മനുഷ്യസ്നേഹം മറക്കരുതെന്ന് ഉപദേശിക്കാനും മാർപ്പാപ്പ മറന്നില്ല. US മെക്സിക്കൻ മതിൽ നിർമ്മിച്ചപ്പോൾ സ്നേഹത്തിന്റെ പാലമാണ് സമൂഹങ്ങൾക്ക് ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
മതിലുകൾ പണിയാൻ ശ്രമിച്ചിടത്ത് പറഞ്ഞു, മതിലുകളല്ല പണിയേണ്ടത്, വാതിലുകളാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ജീവൻ സമ്പൂർണമായി സമർപ്പിച്ചു. മറ്റുള്ളവരുടെ വിമർശനം, ആ വിമർശനങ്ങൾ ധാരാളം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും പറയാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അവിടെ ഓരോ വ്യക്തിയെയും അദ്ദേഹം വ്യക്തിയായി കണ്ട് സമീപിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യം അന്വേഷിക്കുന്നതും അറിയേണ്ടതും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക എന്നുള്ളതാണ്. ആ നിലയിലാണ് എപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. വലിയൊരു രാജ്യം അയൽപക്കത്തെ രാജ്യത്തിനെതിരെ വേലികെട്ടി കുടിയേറ്റക്കാരെ തടയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേലി കെട്ടുന്നത് ക്രൈസ്തവ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കുന്നതല്ല. വേലികളെല്ലാം ഭേദിച്ച് മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അത് ഏതൊരു രാഷ്ട്ര നേതാവിനെതിരായിട്ടാണ് പറഞ്ഞതെന്ന് അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്ന് വരികിലും അദ്ദേഹം അപ്രകാരം ധീരതയോടുകൂടി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും വേണ്ടി നിലനിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു, പ്രവർത്തിക്കുമായിരുന്നു. സഭയ്ക്കുള്ളിലെ ശുദ്ധീകരണത്തിനായി കന്യാസ്ത്രീകളോട് പരദൂഷണം അവസാനിപ്പിക്കൂ എന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ആത്മകഥയായ ഹോപ്പിൽ അദ്ദേഹം പറയുന്നു, ദരിദ്രർക്കായി ഒരു സഭ, അതാണ് എൻ്റെ ആഗ്രഹം. അതെ, ജീവിതം മുഴുവൻ എളിമയോടെ പൂർത്തിയാക്കിയ മറ്റൊരു വിശ്വാസ ഗോപുരമാവുകയാണ് മാർപ്പാപ്പ. ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് നന്ദി പറയണം. ദൈവം ഒരു മാജിക്കുകാരനല്ലെന്ന് പറഞ്ഞതിന്, പെരുവിരൽ ഉയർത്തി വിശ്വാസത്തിൻ്റെ ഗോപുരവുമായി മാറിയതിന് നന്ദി.